വാണ്ടർലസ്റ്റ് കപ്പിളിന്റെ ഏറ്റവും പുതിയ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിംഗ് ആണ്. ഹൗസ് ബോട്ട് അല്ലേ? അതെ, ഹൗസ് ബോട്ട്. നോർമലി ഞങ്ങള് ഹൗസ് ബോട്ടിൽ ഇങ്ങനെ കേറിയിട്ടില്ല, താല്പര്യമില്ല. അതെ, കാടും മലയൊക്കെയാണ് ഞങ്ങൾക്ക് താല്പര്യം. വെള്ളം വന്ന് ഞങ്ങൾക്ക് അലർജി. പിന്നെ ഈ തവണ എന്ന് പറഞ്ഞാലേ അളിയനും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് UK. അപ്പൊ അവർക്ക് ഹൗസ് ബോട്ടിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം. അത് അളിയന് നൊസ്റ്റാൾജിയ ഉണ്ട്. അളിയൻ കുട്ടനാട്ടുകാരനാണ്. അപ്പൊ ആ ഹൗസ് ബോട്ടിന്റെ ഒക്കെ സംഭവം വരുവാണ്. അപ്പൊ പിന്നെ ഹൗസ് ബോട്ട് ഒന്ന് കറങ്ങി ഫാമിലി ആയിട്ട് പോവാം. ഞങ്ങൾ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ. ഇറങ്ങിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോകണം, ഇച്ചാന്റെ വീട്ടിലേക്ക് പോകണം. അവിടെ നിന്ന് ഫാമിലിനെ ഒക്കെ പിക്ക് ചെയ്യണം. ഞങ്ങൾ ഇതിനു മുൻപ് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയത് ഈറോഡേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം. അന്ന് ഡാഡിയും മമ്മിയും ബ്രദർ സിസ്റ്റർ എല്ലാവരും കൂടി ആയിട്ട് ഈറോഡ് പോയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടി ശരിക്കും പറഞ്ഞ ഒരു ട്രിപ്പ് പോകുന്നത്. ഇതിപ്പോ ഒരു ട്രിപ്പ് എന്ന് പറയാനില്ല, ആലപ്പുഴ വരെ പോകുന്നുള്ളൂ. എന്നാലും എല്ലാരും കൂടി വരുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ട്. കുട്ടികൾ 2 പേരും അപ്പവും മുട്ടക്കറിയാണ് കഴിച്ചത് കേട്ടോ. ഞാൻ അപ്പവും കടലക്കറിയും കഴിച്ചു. ഇച്ചാൻ പൊറോട്ടയാണ് വാങ്ങിയത്. എനിക്ക് പൊറോട്ട ഇഷ്ടമില്ലാതൊന്നുമില്ല, പൊറോട്ട ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഒഴിവാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്, അവരെല്ലാവരെയും പിക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ് കേട്ടോ. നല്ല ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോട്ടിങ് പറഞ്ഞിരിക്കുന്ന 11 മണി തൊട്ട് 4 മണി വരെയാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 11 മണിക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. എത്ര മണിക്ക് എത്തും എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും എല്ലാവരെയും പിക്ക് ചെയ്യട്ടെ. ഞങ്ങൾ 11 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് അവസാനം 1 മണിയായപ്പോഴാണ് ഹൗസ് ബോട്ടിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കയറുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നോണ്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് എന്താണോ കാണുന്നത് അത് നമ്മൾ കാണിച്ചു തരാം. ഫസ്റ്റ് കയറുമ്പോ നമുക്ക് ഇതുപോലൊരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. കാണിച്ചേ. പിന്നെ വാ 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 ബാക്കി കാണാം. ഇങ്ങോട്ട് മുകളിലേക്ക് പോയാൽ നമുക്ക് അപ്പർ ലിവിംഗ് ഉണ്ട്. അവിടെ ഇപ്പൊ ഫാമിലി എല്ലാം ഇരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഇവിടെ നമുക്ക് ബെഡ്റൂംസ് കാണാം. കം കം. നല്ല വിശാലമായ ബെഡ്റൂമാണ്. ഇന്ന് രാത്രി ഇവിടെ കിടക്കായിരുന്നല്ലേ ചേ? നൈറ്റ് സ്റ്റേ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു. ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്, നോർമൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഏകദേശം നമ്മൾ അപ്പുറത്ത് കണ്ടതിന്റെ ഡിറ്റോ തന്നെയാണ്. ചെറിയൊരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ അപ്പുറത്ത് വേറെ ഹൗസ് ബോട്ട് പോകുന്നത് നോക്കി ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോ ചാറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ പോവാം. കാണാൻ നല്ല രസമുണ്ട്. ഇനി നമുക്കേ മുകളിലത്തെ ഇതും കൂടി കാണിക്കാം. ഇവിടെ കിച്ചണാണ്. നല്ല മണം വരുന്നുണ്ടല്ലോ. ചേട്ടാ ഫിഷ് ഫ്രൈ ചെയ്യുവാണോ? ഞങ്ങൾ സ്മെല്ല് കേട്ട് വന്നതാ. കരിമീൻ. ഓരോരുത്തര് ചാടാൻ റെഡിയായി നിൽക്കുവാണ്.
ഇതിന്റെ മേളില് ഒരു സ്പേസ് കിട്ടാൻ നല്ല അടിപൊളി സ്പേസ് ആണ്. മേലാണ് നല്ല നല്ല കാറ്റും ഒക്കെ മുകളില. യെസ്, ഇതാണ് നമ്മുടെ അപ്പർ ലിവിംഗ്. ഒരു ഹായ് പറ. ബ്ലോഗർ ഫ്രണ്ട്ലി അല്ലേ? അതെ അതെ, ഇത് മറ്റൊരു വിദേശ രാജ്യത്തെ ബ്ലോഗർ. ചേട്ടൻ ഇവിടെ തന്നെയാണോ? ആ, പേരെന്താ? ശരി. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആയി പോയിട്ടോ. ബുക്ക് ചെയ്തതിനകത്തുനിന്ന് ഒരു 11 മണിക്ക് വരേണ്ടതിന് നമ്മൾ 1 മണിക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാവുന്നത്രയും നമ്മൾ നോക്കിയിരുന്ന് കാണുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ വന്ന് കണ്ടുപോകുന്ന ഒരു സംഭവമല്ല. നമ്മൾ അതിനകത്തിരുന്ന് എത്രത്തോളം ടൈം ഇരിക്കുന്നു അത്രത്തോളം ടൈം നല്ല റിലാക്സ് ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അതെ, നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു കരക്കടുപ്പിച്ചേക്കുവാണ്. കുറച്ച് നല്ല ഫ്രഷ് മീൻ, കൊഞ്ച്, ഞണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. എന്നിട്ട് അവര് അതുകൂടി ഫ്രൈ ചെയ്തോ കറി വെച്ചോ റെഡിയാക്കി തരും. നമുക്ക് മീൽസിന്റെ ഒപ്പം തരും. ഇതാണ് ഷോപ്പ്. നോക്കി കണ്ടുപിടിക്കും. ലൈറ്റ് കാരണം കിട്ടുന്നില്ല. അത് ദേവാസ്വത്തിലെ മോഹൻലാൽ തൽക്കാലം ക്ഷമിക്കണം. മലയാളം എന്ത് വിചാരിച്ചാണ് കൊഞ്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ കൊഞ്ച് നെല്ലി കൊഞ്ചുണ്ട്, മീനുണ്ടായിക്കോട്ടെ, ജീവനുള്ള ഞണ്ടുണ്ട്, സ്നാപ്പറുണ്ട്, അതുപോലെ കിങ്ഫിഷ് ഉണ്ട്, കരിമീനുണ്ട്, ചൂടയുണ്ട്, വെളമീനുണ്ട്. ഇഷ്ടമുള്ള വില നമുക്ക് ആലപ്പുഴയിലെ വിലയ്ക്ക് ഇവിടെ നമുക്ക് കിട്ടും. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കൊഞ്ചും കുറച്ച് ഞണ്ടും വാങ്ങിച്ചു കേട്ടോ. കൊഞ്ചെന്നല്ല പറയാ, ശരിക്കും ഇത് ടൈഗർ പ്രോൺസ്, കാരച്ചെമ്മീനാണ്. അതിന്റെ കൂടെ കുറച്ച് ഞണ്ടും വാങ്ങിച്ചു. കരിമീൻ എന്തായാലും അവിടെ ഹൗസ് ബോട്ടിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഫിഷ് ഐറ്റം വേറെ വാങ്ങിയില്ല. ഈ പ്രോൺസും അതുപോലെ ഞണ്ടുമാണ് വാങ്ങിയത്. അത് ഇവിടെ തന്നെ ഇവർ നമുക്ക് ശരിയാക്കി ക്ലീൻ ചെയ്ത് ബോട്ടിലേക്ക് തന്നുവിടും. ബോട്ടിലെ ചേട്ടന്മാര് കുക്ക് ചെയ്ത് തരും. നമ്മുടെ ഇത് നമ്മുടെ അല്ലേ കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ചുണ്ട്. ഓ, ഞണ്ട് മാത്രമാണ് നമ്മുടെ. ഓക്കെ, ഇല്ല ഇല്ല. മൊത്തം കളഞ്ഞു മനസ്സിലായോ?
ഓക്കെ. നമ്മൾ എക്സ്ട്രാ 2 ഐറ്റം കൂടി വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് ഊണ് കുറച്ചുകൂടി ലേറ്റ് ആവും കേട്ടോ. ഒരു അരമണിക്കൂറും കൂടി എടുക്കും. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാനുള്ള വിശപ്പായിട്ടുണ്ട്. 1 മണിയായാലും ഓൾറെഡി എത്തിയപ്പോൾ തന്നെ. അതുകൊണ്ട് ഇപ്പം ഊണും വെയിറ്റ് ചെയ്ത് അതുവരെ എത്തിക്കാൻ വേണ്ടി കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ അങ്ങനെ റിലാക്സ് ആയിട്ട് കൊക്കിനെയും കാക്കനെയൊക്കെ കണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു ടീം അങ്ങോട്ട് വന്നത്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ പൊടിയും പുകയൊക്കെ പറപ്പിച്ചുകൊണ്ട് ഒരു ടീം വരുന്നുണ്ട് ഇക്കാന്ന്. സ്റ്റിയറിംഗ് എന്റെ കൈകളിലാണ്. അതെ അതെ, മമ്മിയാണ് ഇന്ന് കപ്പലിന്റെ സ്ട്രാങ്. അയ്യോ വേണ്ട, ഞാൻ പോല. ഞാനില്ല. മീൻവൈൽ നമ്മുടെ കൊഞ്ചും ഞണ്ടുകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത കലാപരിപാടി ലഞ്ച് ഇൻ ഹൗസ് ബോട്ട്. ആഹാ, കൊഞ്ചിന് എന്തൊരു മൊഞ്ചല്ലേ. ഈ ഞണ്ടും ചെമ്മിനും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആട്ടോ. എത്ര നേരം ഇപ്പം ചോറൊന്നും വേണ്ട, ഒരു പ്ലേറ്റിൽ ഇതിങ്ങനെ വെച്ച് തന്നിട്ട് കഴിച്ചോ എന്തോരം വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ 2 സാധനം. കൊഞ്ചുണ്ട്, കരിമീനുണ്ട്, എവിടെ? അങ്ങനെ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വിഭവസമൃദ്ധമായിട്ടുള്ള സീ ഫുഡാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഞണ്ടുണ്ട്, കരിമീനുണ്ട്, ചിക്കൻ ഉണ്ട്, അവിടെ ടൈഗർ പ്രോൺസ് ഉണ്ട്. ടൈഗർ പ്രോൺസ് എവിടെ? അതെ ഇവിടെ. പിന്നെ അച്ചിങ്ങ, ക്യാബേജ്. പിള്ളേർക്ക് ഇച്ചിരി ഇച്ചിരി മതി മതി. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ബോട്ട് പാർക്ക് ചെയ്തേക്കുവാണ്. ഇച്ചാനാണ് സെർവർ. സെർവർ ഡൗൺ ആണ്, കുറച്ച് സ്ലോ ആയിട്ടേ ഉള്ളൂ. അപ്പുറത്തേക്ക് ചാട് വിളംബർ. ആ പപ്പടക്കാരൻ വരൂ. ആ ലാഹിക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പ്രോൺസ് എങ്ങനെയുണ്ട്? കരിമീൻ എടുക്കണല്ലേ? അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും മുകളിലെത്തി. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൈം ചെലവഴിച്ചിരിക്കുന്നത് ഈ മുകളിലുള്ള ബാൽക്കണി പോലെ, ഈ അപ്പർ ലിവിംഗ് പോലെയുള്ള സ്പേസിലാണ് കേട്ടോ. അവിടെയായിരുന്നു നല്ല കാറ്റും അതുപോലെ കാഴ്ചകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന അവിടെയായിരുന്നു. പിന്നെ താഴത്തെ ബെഡ്റൂമിലൊക്കെ ഒന്ന് എത്തി നോക്കിയിട്ട് പോന്നു എന്നുള്ളതല്ലാതെ അവിടെ ഒന്നും ആരും ഇരുന്നിട്ടേ ഇല്ല കേട്ടോ.
2 ചേട്ടന്മാർക്കും കൂടെയുള്ള ഒറ്റ അനിയത്തിയാണ് നടുക്ക് നിൽക്കുന്നത് കേട്ടോ. അവള് വെക്കേഷന് വന്നതിന് ശേഷമുള്ള ഈ ഓർമ്മകളായിരിക്കും ഇനി അടുത്ത വരവ് വരെ ഇവരുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉച്ചയൂണ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ട ടൈം ആയിട്ടോ. തിരിച്ചു പോകുന്നതിന് മുൻപ് ലാസ്റ്റ് ആയിട്ട് ഇവർ നമുക്കൊരു ചായയും പഴംപൊരിയും കൂടി തരുന്നുണ്ട്. പഴംപൊരി ഒന്നും കഴിക്കാനുള്ള സ്പേസ് ഇല്ല, കാരണം ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ചായ കുടിക്കാതിരുന്നില്ല. ചായ നല്ല അടിപൊളി ചായ ആയിരുന്നു, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പഴംപൊരി കഴിക്കാത്തതിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഖേദമൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി കാഴ്ചകൾ എന്ന് പറയാനായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സൂത്തനിങ്, റിലാക്സിങ്, കണ്ണിനൊരു സമാധാനം തരുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയാൻ പറ്റില്ലേ, അങ്ങനെയുള്ള കാഴ്ചകളാണ്. നമ്മൾ കാണുമ്പം ഭയങ്കര ഡിഫറെന്റ് അല്ലാത്ത കായലിന്റെ തീരവും അതുപോലെ തീരത്തുള്ള വീടുകളും അല്ലെങ്കിൽ ഹൗസ് ബോട്ടിന് ചുറ്റും നടക്കുന്ന മറ്റ് ഹൗസ് ബോട്ടുകളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ പോലും ആ കാഴ്ചകളൊക്കെ നമുക്കിരുന്ന് കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നു. ഒട്ടും ബോറടിപ്പിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും അലോസരപ്പെടുത്താത്ത റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ജേർണി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഹൗസ് ബോട്ടിലെ യാത്ര കേട്ടോ. അപ്പോ ഇന്നത്തെ വ്ലോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ എ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയാല്ലേ. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടിലെ കാഴ്ചകളൊക്കെ ഇതോടുകൂടി പര്യവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തന്നെ കാണാം. സോ ടിൽ ദെൻ ബൈ ഫ്രം വാണ്ടർലെസ് കപ്പിൾ. സീ യു സൂൺ. ടേക്ക് കെയർ. ബൈ ബൈ.